ഹായ് ഓൾ, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസ് നിങ്ങളേവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കാണാത്തവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വളരെ കൗതുകകരമായ ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരിക്കൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വഴിയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയും വണ്ടി കുറച്ച് നേരം അവിടെ നിർത്തിയിടുകയും ചെയ്യേണ്ടി വന്നു. ഞാൻ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് കണ്ടു. ആ ഫ്ലെക്സ് ബോർഡിൽ ഒരു സ്കൂളിൻ്റെ പരസ്യമാണ്. അതിൽ വളരെ ഹൈലൈറ്റ് ചെയ്ത് എഴുതുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്: നോ സ്കൂൾ ബാഗ്, നോ ഹോംവർക്ക്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഒരു അക്കാദമിക് കാര്യത്തിൽ സ്കൂൾ ബാഗും ഹോംവർക്കും തമ്മിൽ എന്താണ് ബന്ധം? എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇത് രക്ഷിതാക്കളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചില വാചകങ്ങൾ പടച്ചുവിടുന്നത്. സ്കൂൾ ബാഗില്ല കുട്ടിയെ നേരെ സ്കൂളിലേക്ക് വണ്ടിയിൽ കയറ്റി വിട്ടാൽ മതി. ഹോംവർക്കില്ല രക്ഷിതാക്കൾക്ക് യാതൊരു പണിയും ഉത്തരവാദിത്വമില്ല. ഇതാണ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ സ്കൂളിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തുള്ള സ്കൂളാണ്. അപ്പോൾ പല രക്ഷിതാക്കളെയും ഇത്തരത്തിലുള്ള ചില സൂപ്പർ പെരിഫറലായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആകർഷിക്കുന്ന ഒരു രീതി നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഗുണനിലവാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഒന്ന് മനസ്സിലാക്കാൻ നമ്മുടെ റോട്ടിലൂടെ നമ്മൾ വെറുതെ ഒന്ന് നടന്നാൽ മതി. വളരെ ഫ്രീക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ ബൈക്കിലൂടെ ഹെൽമെറ്റുമില്ല, ഒന്നുമില്ല, പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ ആരുണ്ടോ ആരില്ല ഇതൊന്നും അവരുടെ വിഷയമല്ല. ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരാളെ കണ്ടാൽ എങ്ങനെയാണ് അയാളെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയാളോടുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഇതൊന്നും ഇവർക്കറിയില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ വീടുകളിൽ കുട്ടികളിരുന്ന് ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കേണ്ടായിരിക്കും. നമ്മൾ ചെന്നത് അവരറിയുന്നേ ഇല്ല എന്നുള്ളതാണ്. അവരവരുടെ ലോകത്തിൽ ഇങ്ങനെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മളെന്തിനു വന്നു, ആരാണ്, ഒരു വിവരവുമില്ല. നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ പോലും മറുപടി പറയാൻ അവർക്ക് വലിയ പ്രയാസമാണെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു സാമൂഹ്യ ഘടന, വിദ്യാഭ്യാസം സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു പരിസ്ഥിതി പരിശോധിച്ചാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന മിക്കവാറും എല്ലാ കുട്ടികളും വിദേശ പഠനത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പഠനത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ബഹുഭൂരിപക്ഷം കുട്ടികളും ലോൺ എടുത്തായാലും, പണ്ടുകാലത്തൊക്കെ ഹൈലി റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം ആളുകൾ മാത്രമേ, അല്ലെങ്കിൽ സ്കോളർഷിപ്പോടുകൂടിയുള്ള പഠനത്തിന് മാത്രമേ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. ഇന്നതല്ല. ബഹുഭൂരിപക്ഷം കുട്ടികളും ക്ലാസ്സിലൊക്കെ നമ്മൾ പോയിട്ട് ചോദിച്ചാൽ എന്താണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് UK പോകണം, എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം, എനിക്ക് ജർമ്മനിയിലേക്ക് പോകണം, ഫ്രാൻസിലേക്ക് പോകണം എന്നുള്ള ഉത്തരമാണ്. എന്തുകൊണ്ട് ഈ ഒരു ബോധ നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വന്നു ചേരുന്നു? നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ 100 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു കാറ് നമ്മുടെ കുട്ടികളെ കാണിച്ചു കൊടുക്കും. അതിൻ്റെ അത്ഭുതകരമായ മാറ്റങ്ങൾ, അന്നത്തെ കാറും ഇന്നത്തെ കാറിൽ നിന്നുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറിച്ച് 100 വർഷം പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ രീതി നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിലും മറ്റു കാര്യങ്ങളിലും മാറ്റങ്ങളുണ്ടെങ്കിലും നിലവാരം, പഠന നിലവാരം ഇത് തന്നെയാണെന്നുള്ളതാണ്. അതായത് ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുക, കുട്ടികൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക,
നോട്ട് എഴുതി കൊടുക്കുക, ഹോംവർക്ക് കൊടുക്കുക. ഈ ഹോംവർക്കാണ് അവിടെ ഇല്ലാതാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു സ്കില്ലുകളെയും മനുഷ്യനുള്ള ഒരുപാട് ഇൻ്റലിജൻസും സ്കില്ലുകളുമുണ്ട്. ആ സ്കില്ലുകളെക്കുറിച്ച് ഒരു പ്രാഥമിക ജ്ഞാനം നമുക്കുണ്ടാവുകയും നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ നിന്ന് ഇത്തരം സ്കില്ലുകളാണ്, ഇത്തരം അഭിരുചികളാണ്, നൈപുണ്യങ്ങളാണ് വളർത്തേണ്ടത് എന്നുള്ള ബോധം അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തന്നെ മനസ്സിലാവുകയാണ് നമ്മളുടെ പ്രൊഫഷണലിസം, നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രൊഫഷണലിസം വളരെ കുറവാണ്. കേരളത്തിൽ നിന്ന് തന്നെ 50,000-ഓളം കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനായി പോവുകയാണ്. ഈ റേറ്റ് ഇനി ഇങ്ങനെ കൂടിക്കൂടി വരും എന്നുള്ളതാണ്. ഇനി വിദേശ രാജ്യങ്ങളിൽ പോയാൽ തന്നെ അവർക്ക് ഇങ്ങോട്ട് മടങ്ങി വരാനും താല്പര്യമില്ല. അവരെങ്ങനെയെങ്കിലും ഒരു PR ഒക്കെ സംഘടിപ്പിച്ച് അവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിരുദധാരിയായ അല്ലെങ്കിൽ പോസ്റ്റ് ബിരുദധാരിയായ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ MBA അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികളുടെ ഒരു അവസ്ഥ ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒന്നാമത്തത്, അവരുടെ പല സ്കില്ലുകളും അവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 2, അവർക്കൊരു ജോലിയുടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ വേതനമാണ്. ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ അവസ്ഥ പോലും നമുക്ക് ആ തരത്തിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ വേതനത്തിന് ഇഷ്ടം പോലെ ആളുകളെ കിട്ടാൻ ഇവിടെയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് അവിടെ പോയി പഠിച്ച് അവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ചിന്ത വരുന്നത്. ഇപ്പോൾ എൻജിനീയറിംഗ് കഴിഞ്ഞാൽ ഒരുപാട് എൻജിനീയറിംഗ് ബിരുദധാരികൾ ഇങ്ങനെ ജോലിയില്ലാതെ നടക്കുന്നുണ്ട്. ജോലി ഉണ്ടെങ്കിൽ തന്നെ നിസാര ശമ്പളത്തിന്. ഒരു സാധാരണ ലേബറെ സംബന്ധിച്ച് ഒരു മേസനായാലും ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന ഒരാളായാലും അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേറ്റർ ആയാലും ഇവർക്കൊക്കെ ഒരു ദിവസം 1200, 1300 രൂപയോളം ഇവിടെ കൂലി കിട്ടണമെന്നുള്ളതാണ്. അതുമായി ഒരു എൻജിനീയറിംഗ് ബിരുദധാരി ഇത്രയും വർഷം പഠിച്ചു വന്നിട്ട് അവന് 10,000 രൂപയാണ് അവന് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത്. അവനെങ്ങനെ സർവൈവ് ചെയ്യാനാണ്? അവൻ്റെ ഭാവി എന്താണ്? എവിടെയാണ് അവനൊരു ഭാവി കാണുന്നത്? അവൻ്റെ സ്വപ്നങ്ങൾ എന്ന് അവന് സാക്ഷാത്കരിക്കാൻ കഴിയും? ഇതാണ് വിദ്യാഭ്യാസത്തിലെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്കിൽ ഡെവലപ്മെൻറ്റ്, കുട്ടികളെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ അവരുടെ പലതരത്തിലുള്ള സ്കില്ലുകളുമുണ്ട്. അത്തരത്തിലുള്ള സ്കില്ലുകൾ, പ്രോബ്ലം സോൾവിങ് ഒരു സ്കില്ലാണ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു സ്കില്ലാണ്, ഒബ്സർവേഷൻ ഒരു സ്കില്ലാണ്, ലാംഗ്വേജ് നന്നായി സംസാരിക്കൽ ഒരു സ്കില്ലാണ്. ഇതൊക്കെ തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് നടക്കുന്നത്, ഒരൊറ്റ ഭാഗത്ത് മാത്രമല്ല. അതുപോലെ വിവിധ തരം സ്കില്ലുകളെ ക്ലാസ്സുകളിലൂടെ നമ്മൾ വളർത്തിയെടുത്താൽ ഒരു അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു വിഷയം നാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിക്കലായി പരിശോധിക്കുക. ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിലുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഉണ്ടായാൽ ആ ചലഞ്ചിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും, ഒരു പ്ലാനിങ്, നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് എങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കായി ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. 2 ദിവസത്തെ പല കമ്പനികളും കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കരിയറിൻ്റെ ഒരു രീതി, ഒരാളൊരു ചെറിയ പോസ്റ്റിൽ നിന്ന് അടുത്ത പ്രൊമോഷൻ അതിൻ്റെ ഏറ്റവും വലിയ പോസ്റ്റിലേക്ക് എത്തുന്നു. ഇതാണ് കരിയർ ഗൈഡൻസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ അതെല്ലാം മാറിക്കഴിഞ്ഞുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം തന്നെ അല്ലെങ്കിൽ പിടിയും തന്നെ അത് മാറിക്കഴിഞ്ഞെന്നുള്ളതാണ്. അവിടെ ഫ്യൂച്ചർ വർക്ക് ലൈഫാണ്. ഭാവി ജീവിതത്തെ എങ്ങനെ, തൊഴിൽ ജീവിതത്തെ എങ്ങനെ കരുപ്പിടിപ്പിക്കാം, അതിനുവേണ്ടി നാം എന്തെല്ലാം സ്കില്ലുകളാണ് നേടിയെടുക്കേണ്ടത്, നമ്മളെ പഠനത്തോടൊപ്പം തന്നെ ഏതെല്ലാം സ്കില്ലുകൾ നമുക്ക് സമാനമായി നേടിയെടുക്കാൻ കഴിയും, അത് നമ്മുടെ ക്രെഡിറ്റിൽ എങ്ങനെ നമ്മുടെ ഒരു സ്കില്ലിൻ്റെ ശേഖരണത്തിൽ അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതുവഴി നമ്മളെങ്ങനെ തൊഴിൽ നേടിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയപരമായ ഒരു ഇച്ഛാശക്തി, ബ്യൂറോക്രസിയിലൂടെ ഉള്ള ഒരു ഇച്ഛാശക്തി. വിദേശ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തിങ്ക് ടാങ്ക് ഉണ്ടെന്നുള്ളതാണ്. അതായത് പബ്ലിക്കിൻ്റെ, ഇവിടെ നയരൂപീകരണത്തിൽ പബ്ലിക്കിൻ്റെ
ചിന്തകൾക്കോ അല്ലെങ്കിൽ അവരുടെ ഇൻ്റലക്ച്വലിൻ്റെ ചിന്തകൾക്കോ യാതൊരു പ്രസക്തിയുമില്ല. കുറേ പൊളിറ്റീഷ്യൻസും കുറേ ബ്യൂറോക്രാറ്റും കൂടി തീരുമാനിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല പല പോളിസി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പബ്ലിക് തിങ്ക് ടാങ്ക് നമ്മുടെ രാജ്യത്തുണ്ടാക്കണം. പൊതുജനങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരണം. അതൊക്കെ പല കുട്ടികൾക്കും പല അനുഗ്രഹങ്ങളായിട്ട് മാറുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളുടെ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ എഡ്യൂക്കേഷനിൽ വളരെ ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിലൂടെ നമ്മളിവിടെ പ്രീ KG തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ ബുക്ക് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന ഇതുപോലുള്ള ബോർഡുകൾ കണ്ട് ഇതുപോലുള്ള പരസ്യങ്ങൾ കണ്ട് ഇന്നും അത്തരത്തിലുള്ള പരസ്യക്കുഴികളിലേക്ക് വീഴുപോകുന്ന പ്രാണികളായി പല രക്ഷിതാക്കളും മാറിപ്പോകുന്നുണ്ട്. അവിടെ പഠിച്ചാൽ എൻ്റെ മകന് എന്ത് മാറ്റമുണ്ടാകുന്നു, ഒരു വ്യക്തി എന്ന നിലയിൽ ഇവൻ എങ്ങനെ വളർന്നു വരുന്നു, എന്തെല്ലാം സ്കില്ലുകൾ ആ കുട്ടിക്ക് കിട്ടും, അവൻ്റെ സ്വഭാവ വ്യക്തിത്വ ഭാവങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ആ സ്ഥാപനം ഉണ്ടാക്കുന്നു, ഇതൊന്നും യാതൊരു പരിഗണനയുമില്ല എന്നുള്ളതാണ്. പിന്നീട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ് കുട്ടികൾ ഇപ്പോൾ ഒരുമിച്ച് ബാച്ചിലേഴ്സൊക്കെ ഒരുമിച്ച് താമസിക്കുമ്പോൾ പുതക്കുന്ന പുതപ്പുകൾ മടക്കി വെക്കണമെന്ന് പോലും പഠിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. ആ സ്കില്ല് പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജപ്പാനിലൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ പല പബ്ലിക് സർവീസുകളും ചെയ്യുകയാണെന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റിയിലൊക്കെ പോയി ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യുക, പരിസരം വൃത്തിയാക്കുക, ഇത് തൊഴിലൊരു അഭിമാനമാക്കി മാറ്റി തൊഴിൽ ഒരു പ്ലഷറാക്കി മാറ്റുകയാണ്. നമ്മളൊക്കെ വൈറ്റ് കോളേഴ്സിൻ്റെ ജോലി മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച് എന്നാൽ എവിടെയും എത്താതെ, കാരണം ഫ്യൂച്ചർ കാസ്റ്റ് ചെയ്യാൻ, ഫ്യൂച്ചറിനെ എങ്ങനെ നമുക്ക് രൂപം കൊടുക്കണം എന്നുള്ളത് അവർക്കറിയില്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങളിൽ ഇപ്പോൾ +2 റിസൾട്ട് വന്നതിന് ശേഷം എന്നെ തന്നെ ഒരുപാട് കുട്ടികൾ വിളിക്കുന്നുണ്ട്. എൻ്റെ +2 കഴിഞ്ഞു, എനിക്ക് ഫുൾ A+ ഉണ്ട്, എനിക്ക് പല വിഷയങ്ങളിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ A+ ഉണ്ട്, ഞാൻ ഏത് കോഴ്സ് എടുക്കണം, എന്ത് പഠിക്കണം? ഞാൻ പറഞ്ഞ് അങ്ങനെ ചില മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എനിക്ക് എങ്ങനെ നിങ്ങൾ എന്ത് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് കോഴ്സ് എവിടെ പഠിക്കണം എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഇത് വളരെ നേരത്തെ തന്നെ കുട്ടി തന്നെ രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ്. അതെവിടെ നിന്നാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടത്? അവരെ അധ്യാപകരിൽ നിന്ന്, അവരെ രക്ഷിതാക്കളിൽ നിന്ന്, അവരുടെ സമൂഹത്തിൽ നിന്ന്, പബ്ലിക് ഡൊമെയിൻ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് കുട്ടി ഇത്തരത്തിലുള്ള അവരുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കാനുള്ള രൂപരേഖ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും അവർക്ക് ഇതുപോലുള്ള അഡ്വൈസുകൾ വാങ്ങിക്കേണ്ടി വരില്ല. ഇനി വാങ്ങിച്ചാൽ തന്നെ അപ്പോൾ നമുക്ക് കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇത് കുട്ടിയുടെ ഒരു സ്കില്ലും നമുക്കറിയില്ല. എന്താണ് അവൻ്റെ സ്കില്ല് എന്ന് ഈ ഫോണിലൂടെ നമ്മൾ സംസാരിച്ചാൽ നമുക്കറിയില്ല. എങ്കിലും അവൻ്റെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ചില കോഴ്സുകളും ചില കോളേജുകളും തിരഞ്ഞെടുത്തു. കുട്ടികൾ പഠിക്കേണ്ടത് എപ്പോഴും നല്ല സ്ഥാപനങ്ങളിലാണ്, നല്ല അക്കാഡമിക് എക്സലൻസ് ഉള്ള സ്ഥാപനത്തിലാണ് നമ്മുടെ കുട്ടികളെ ചേർക്കേണ്ടത്. നമ്മുടെ രക്ഷിതാക്കളിൽ മറ്റു പലരും പറഞ്ഞു കേൾക്കുന്ന ചില ഡാറ്റകളാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഡാറ്റകളുണ്ട്. എവിടെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ആ കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അവിടെ നിന്ന് വരുന്ന കുട്ടികളുടെ സ്വഭാവം എങ്ങനെയാണ്, അവരെങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ നോക്കാൻ ധാരാളം ഡാറ്റകളുണ്ട്. നമ്മൾ ഡാറ്റകൾ ഒരിക്കലും ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഡാറ്റകളിലൂടെയാണ് പല സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഡാറ്റകൾ മനസ്സിലാക്കാതെ ഒരാൾ പറഞ്ഞത് മറ്റൊരാൾ പറയുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ കേട്ട് അനുസരിക്കുന്ന ഒരു രീതിയാണ്. നാട്ടിൽ നിന്നുള്ള ബ്രെയിൻ ഫ്ലോ വലിയ കാര്യമായി വിദേശത്തേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഇൻ്റലക്ച്വൽസ്, പൊളിറ്റീഷ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്യൂറോക്രസി എല്ലാവരും വളരെ ശക്തമായി നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ ഇവിടെ തന്നെ വളർത്തിയെടുത്ത് അവരുടെ സ്കില്ലും അവർക്ക് വേണ്ടതായിട്ടുള്ള തൊഴിലും സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. നല്ല ഭാവി ജീവിതം, അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് നയിക്കാനും അത് സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇൻഫർമേഷനൊക്കെയായി ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നന്ദി.